വോൾവറിൻ റിവെഞ്ച് എന്ന കോമിക്കിന്റെ മൂന്നാമത്തെ ഇഷ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. വോൾവറിൻ റിവെഞ്ച് എന്ന കോമിക്കിന്റെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഒരുപാട് പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. ദ ബ്രദർഹുഡ് ഓഫ് ഈവിൾ മ്യൂട്ടൻസിനെതിരെ റിവെഞ്ച് എടുക്കാൻ ശ്രമിക്കുന്ന വോൾവറിൻ അതിലെ മെമ്പേഴ്സായ മാസ്റ്റർ മൈൻഡ്, സേബർ ടൂത്ത് എന്നിവരെ ബ്രൂട്ടലായിട്ട് കൊന്നിട്ടുണ്ട്. ആ ടീമിൽ ഇനി അവശേഷിക്കുന്നത് ഒമേഗ റെഡും ഡെഡ്പൂളും കൊളോസസുമാണ്. അവർ 3 പേരെയും കൊന്നാൽ വോൾവറിന്റെ പ്രതികാരം അവസാനിക്കും. കൊളോസസിന്റെ പക്കലേക്ക് എത്താൻ വോൾവറിൻ ഒരു യാത്ര പോകാൻ തീരുമാനിക്കുന്നു. കപ്പൽ മാർഗമാണ് വോൾവറിന് യാത്ര ചെയ്യേണ്ടിയത്. ആളുകൾ സാധാരണ സഞ്ചരിക്കുന്ന കപ്പലിലല്ല വോൾവറിൻ യാത്ര ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം യാത്ര ചെയ്യാൻ പോകുന്നത് ഒരു കാർഗോ ഷിപ്പിലാണ്. ജിബ്രാൾട്ടാറിലേക്കുള്ള വെപ്പൺസ് കൊണ്ടുപോകുന്ന ഒരു കാർഗോ ഷിപ്പായിരുന്നു അത്. ആസ്ട്രോയിഡ് M ഭൂമിയിലേക്ക് പതിച്ചുണ്ടായ സംഭവ വികാസങ്ങൾക്ക് ശേഷം കടലാസ് പണത്തിന് ലോകത്തിൽ ഒരു മൂല്യവും ഉണ്ടായിരുന്നില്ല. കാർഗോ ഷിപ്പിൽ ആളുകളെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും പ്രത്യേക അനുമതിയോ അല്ലെങ്കിൽ സ്വർണങ്ങളോ മറ്റോ നൽകിയാൽ മാത്രമേ ആളുകൾക്ക് കപ്പലിൽ യാത്ര ചെയ്യുവാനുള്ള അനുമതി ഉണ്ടായിരുന്നുള്ളൂ. കാർഗോ ബോട്ടിൽ കയറാൻ നിൽക്കുന്ന ഒരൊറ്റ ആൾക്കാരുടെ കയ്യിലും സ്വർണമോ ഓതറൈസ്ഡ് ആയിട്ടുള്ള മറ്റൊന്നും തന്നെ ഇല്ല. കാർഗോ ഷിപ്പിൽ ആരെയും കയറ്റാത്തത് കൊണ്ട് തന്നെ കുറെ നേരം ലൈനിൽ നിന്ന വോൾവറിൻ മുന്നോട്ട് വന്നിട്ട് കപ്പലിലെ സോൾജേഴ്സിനെ നന്നായിട്ടൊന്ന് വരട്ടി. ഈ ബോട്ടിൽ ഞാൻ കയറും, ജനങ്ങൾ എന്നോടൊപ്പം കയറാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീയൊക്കെ അവരെയും കൊണ്ട് യാത്ര തുടങ്ങൂ എന്നൊക്കെ. വോൾവറിന്റെ വരട്ടല് കേട്ട് പേടിച്ചിട്ട് തന്നെ ആവണം വോൾവറിനെയും മറ്റ് യാത്രക്കാരെയും ആ സോൾജേഴ്സ് കപ്പലിൽ യാത്ര ചെയ്യാൻ അനുവദിച്ചു. അങ്ങനെ യാത്രയ്ക്കൊടുവിൽ ആ കാർഗോ ഷിപ്പ് ലക്ഷ്യസ്ഥാനത്തിൽ നങ്കൂരമിട്ട് യാത്ര അവസാനിപ്പിച്ചു. കപ്പലിൽ നിന്നിറങ്ങിയ വോൾവറിൻ ചുറ്റും മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു പ്രദേശത്തുകൂടെ മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ നടന്ന് വോൾവറിൻ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ അടുത്തെത്തി. ആ പവർ പ്ലാന്റിൽ തീ കത്തുന്നതും അതിൽ നിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വെളിച്ചം വരുന്നതും വോൾവറിന്റെ ശ്രദ്ധയിൽ പെട്ടു. പവർ പ്ലാന്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ മുന്നോട്ട് നടന്ന വോൾവറിന്റെ കാലില് പാമ്പ് ചുറ്റുന്ന പോലെ എന്തോ ഒന്ന് ചുറ്റി. അതെ, അവിടെ ഉള്ളത് മറ്റാരുമല്ല, ഒമേഗ റെഡ് ആണ്. തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്തായാലും അതിപ്പോൾ നേരിട്ട് കാണുവാൻ പറ്റി. ഒമേഗ റെഡ് തന്റെ ടെന്റക്കിൾസ് ഉപയോഗിച്ച് വോൾവറിനെ കാലെ വരി താഴെ അടിക്കുന്നു. നിനക്ക് വേദനിക്കുന്നുണ്ടോടാ? ഇത്രയും ദൂരം നീ വന്നത് ഇതിനായിരുന്നോ എന്ന് പുച്ഛത്തോടെ ഒമേഗ റെഡ് പറയുമ്പോൾ, പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നവന് വേദനയൊക്കെ എന്താണ് സുഹൃത്തെ? എന്റെ പ്രതികാരത്തിന് തടസ്സമായി നിൽക്കുന്ന ഒന്ന് മാത്രമാണ് നീ എന്ന് വോൾവറിൻ മറുപടിയായിട്ട് പറയുന്നു. അത് കേട്ടതും ഒമേഗ റെഡ് തന്റെ ടെന്റക്കിൾസ് വോൾവറിന്റെ നെഞ്ചിലൂടെ കുത്തിയിറക്കി. വോൾവറിൻ ഒട്ടും വിട്ടുകൊടുത്തില്ല. വോൾവറിന് നല്ല വേദനയുണ്ടെങ്കിലും വോൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസിന്റെ സഹായത്തോടെ തന്റെ നെഞ്ചിൽ കുത്തിക്കയറിയ ഒമേഗ റെഡിന്റെ ടെന്റക്കിൾസ് വെട്ടിക്കളയുന്നു. ആ വെട്ടിക്കളഞ്ഞ ഒമേഗ റെഡിന്റെ ടെന്റക്കിൾസ് ഉപയോഗിച്ച് തന്നെ വോൾവറിൻ ഒമേഗ റെഡിന്റെ കഴുത്തില് ചുറ്റിപ്പിടിക്കുന്നു. എന്നിട്ട് വോൾവറിൻ ഒമേഗ റെഡിന്റെ കഴുത്ത് ഞെരിച്ച് അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. ഒമേഗ റെഡിനെ കൊന്ന വോൾവറിൻ അവിടെയുള്ള ഒരു മരത്തിൽ അദ്ദേഹത്തെ കെട്ടി തൂക്കിയിട്ട് പവർ പ്ലാന്റിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു. ആ ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ ആളിക്കത്തുന്ന തീയില് ഒരാൾ ഇരിക്കുന്നതായിട്ട് വോൾവറിൻ കാണുന്നു. ആ വ്യക്തിയോട് സംസാരിക്കാൻ വോൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസ് ഉപയോഗിച്ച് റിയാക്ടറിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. റിയാക്ടറിന്റെ മുകളില് അതിൽ നിന്ന് വരുന്ന റേഡിയേഷനും അടിച്ച് ഏകനായി ഇരിക്കുന്നത് മറ്റാരുമല്ല, അത് സാക്ഷാൽ ഡെഡ്പൂൾ ആണ്. ഡെഡ്പൂളും വോൾവറിനും സാധാരണ കണ്ടാൽ അടിയാണ് പതിവ്. എന്നാൽ ഈ പ്രാവശ്യം അങ്ങനെയല്ല സംഭവിച്ചത്. അടി ഇടുന്നതിന് പകരം അവർ തമ്മിൽ നോർമലായിട്ട് സുഹൃത്തുക്കളെ പോലെ സംസാരിക്കാൻ ആരംഭിച്ചു. അവർ സംസാരിക്കുമ്പോൾ പോലും ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ റിയാക്ടറിൽ നിന്ന് വരുന്ന റേഡിയേഷൻ കാരണം അവരുടെ സ്യൂട്ടുകളും സ്കിന്നുകളുമെല്ലാം കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്ട്രോയിഡ് M തകർന്നു വീണതിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും ആസ്ട്രോയിഡ് M തകർന്നു വീണുണ്ടായ ദുരന്തത്തെ പറ്റി ഓർക്കുമ്പോൾ തനിക്ക് നല്ല വിഷമമുണ്ടെന്നും ഡെഡ്പൂൾ വോൾവറിനോട് പറയുന്നു. ഈ പവർ പ്ലാന്റിലെ റിയാക്ടറിന് എന്താണ് കുഴപ്പമെന്ന് ഒരു കൗതുകത്തോടെ വോൾവറിൻ ഡെഡ്പൂളിനോട് ചോദിച്ചു. ഈ പവർ പ്ലാന്റ് തന്നെ വലിയൊരു മണ്ടത്തരമായിരുന്നു. പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓരോ ആഴ്ചയിലും ഇവിടെ നിന്ന് റേഡിയേഷൻ ലീക്ക് ആകാൻ തുടങ്ങി. ഇപ്പോൾ ആ റേഡിയേഷൻ ഓരോ 20 മിനിറ്റിലും ലീക്ക് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നുവെന്ന് ഡെഡ്പൂൾ വോൾവറിനോട് മറുപടിയായിട്ട് പറയുന്നു. ഡെഡ്പൂളിന് ഇപ്പോൾ നല്ല വിഷമമുണ്ട്. താൻ ഇതുവരെ ചെയ്തു കൂട്ടിയതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി പശ്ചാത്തപിക്കുകയാണ് ഡെഡ്പൂൾ.
പല സമയത്തും സങ്കടങ്ങൾ മറികടക്കാനും വേദന ഇല്ലാതാക്കാനും പല വഴികളും ഡെഡ്പൂൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. ഈ പ്രാവശ്യം സങ്കടത്തിന്റെയും വേദനകളുടെയും എണ്ണം കൂടുതലാണ്. വോൾവറിൻ ഡെഡ്പൂളിനെ ആശ്വസിപ്പിക്കുന്നു. അതായത് നമ്മൾ ചെയ്ത പാപങ്ങളൊന്നും നമ്മളെ വിട്ട് ഒരിക്കലും പോകത്തില്ല. പക്ഷെ ആ പാപങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിയ വേദനയും മുറിവുകളും നമ്മുടെ ബോഡി എങ്ങനെയാണോ ഹീല് ചെയ്യുന്നത് അതേപോലെ തന്നെ ഹീല് ചെയ്യാൻ നമ്മൾ പ്രയത്നിക്കണം എന്നൊക്കെ. അത് കേട്ട ഡെഡ്പൂൾ പറയുവാണ്, അപ്പോൾ ശരി, ഷോ അവസാനിപ്പിക്കാൻ സമയമായെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് മറ്റൊരിടത്ത് വെച്ച് കണ്ടുമുട്ടാൻ ലോഗൻ. നിന്റെ സുഹൃത്തുക്കളെ ബോംബ് വെച്ച് ക്രൂരമായി കൊന്നതിന് നീ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഡെഡ്പൂൾ ആ റിയാക്ടറിന്റെ ഉള്ളിലേക്ക് വീഴാൻ തയ്യാറായി. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വോൾവറിൻ ഡെഡ്പൂളിനെ പിടിച്ചു നിർത്തിയിട്ട് പറയുവാണ്, സോറി വെയ്ഡ്, നീ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോണ്ട് നിൽക്കാൻ എനിക്ക് സാധിക്കില്ലെന്ന്. വോൾവറിൻ തന്നെ രക്ഷപ്പെടുത്താൻ നോക്കിയത് കണ്ട് ഡെഡ്പൂൾ വളരെയധികം സന്തോഷവാനായി. ഡെഡ്പൂൾ വളരെ സന്തോഷത്തോടെ പറയുവാണ്, ഞാൻ മരിക്കുന്നത് കാണാൻ നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ദൈവമേ, നമ്മൾ ഒരു തവണ കൂടെ ഒരുമിക്കാൻ പോവുകയാണോ? നമ്മൾ ഒരുമിച്ചാൽ നമുക്ക് എല്ലാ തെറ്റുകളെയും ശരിയാക്കി മാറ്റുവാൻ സാധിക്കും. നിനക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടോ? അത് കേട്ട വോൾവറിൻ ഡെഡ്പൂളിനോട് പറയുവാണ്, മാസ്റ്റർ മൈൻഡിനെയും സേബർ ടൂത്തിനെയും ഒമേഗ റെഡിനെയും ഞാൻ ഇല്ലാതാക്കി. ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ. നമ്മൾ ചെയ്ത പോലെ വേറൊരാൾ ചെയ്താൽ അയാളോട് നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കുമോ? അതെ, എനിക്ക് ക്ഷമിക്കുവാൻ സാധിക്കുമെന്ന് മറുപടിയായിട്ട് ഡെഡ്പൂൾ പറഞ്ഞതും, എന്നാൽ എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ലടാ എന്ന് പറഞ്ഞിട്ട് വോൾവറിൻ ഡെഡ്പൂളിനെ റേഡിയേഷൻ വമിക്കുന്ന റിയാക്ടറിലേക്ക് തള്ളിയിട്ട് കൊന്നുകളയുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം വോൾവറിൻ ഏതോ ഒരു പ്രദേശത്ത് ഒരു ശവക്കുഴി വെട്ടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. വോൾവറിൻ ആരെയാണോ തേടുന്നത് അയാളുടെ മണം വോൾവറിൻ മണത്തറിയുന്നു. എന്നിട്ട് വോൾവറിൻ നേരെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ്, എനിക്കറിയാം നിനക്ക് എന്നെ കാണാൻ സാധിക്കുമെന്ന്. നീ അവിടെ ഒളിച്ചിരിക്കുകയാണോ? നീ പുറത്തേക്ക് വരുന്നോ അതോ ഞാൻ അകത്തേക്ക് വരണോ എന്നൊക്കെ. വോൾവറിന്റെ വെല്ലുവിളി കേട്ട് അയാൾ ആ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി. അതെ, ആ വീട് മറ്റാരുടെയുമല്ല. ആ വീട് പീറ്റർ റാസ്പുട്ടിൻ അഥവാ കൊളോസസിന്റേതായിരുന്നു. കൊളോസസിനെ കണ്ട വോൾവറിൻ പറയുവാണ്, ഇവിടെ നല്ല സ്ഥലമാണ്, വളരെ ശാന്തമാണ്, എല്ലാം അവസാനിപ്പിക്കാൻ പറ്റിയ സ്ഥലം. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാം അവസാനിപ്പിക്കാൻ പറ്റിയ സ്ഥലം. അത് കേട്ട കൊളോസസ് വോൾവറിനോട് മറുപടിയായിട്ട് പറയുവാണ്, ലോഗൻ, നീ വീട്ടിലേക്ക് പോകൂ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അവസാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വോൾവറിൻ പറയുവാണ്, എനിക്ക് തിരിച്ചു പോകാൻ വീടൊന്നുമില്ല, അതിന് കാരണക്കാരൻ നീയാണ്. ആട്ടെ, നിന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ ശവക്കുഴി കണ്ടെത്താനുള്ള അടയാളം ഞാൻ വെച്ചേക്കാം. അതാകുമ്പോ അവർക്ക് നിന്നെ കണ്ടെത്താൻ എളുപ്പമാകും എന്നൊക്കെ. എല്ലാം ഇങ്ങനെയായി തീരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ലെന്ന് കൊളോസസ് പറഞ്ഞതും വോൾവറിൻ തന്റെ അഡമാന്റിയം ക്ലോസ് സജ്ജമാക്കിയിട്ട് കൊളോസസിനെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു. കൊളോസസ് വോൾവറിന്റെ തലയ്ക്ക് പിടിച്ച് അദ്ദേഹത്തെ ആകാശത്തേക്ക് വലിച്ചൊറ്റയേറ്. ദൂരേക്ക് തെറിച്ചു വീണ വോൾവറിൻ ഒരു മരത്തിലിടിച്ച് അദ്ദേഹത്തിന്റെ കാലിൽ മരത്തിന്റെ കൊമ്പ് തറച്ചു കയറി. ഒരൊറ്റ ചാട്ടത്തിൽ അവിടേക്ക് എത്തിയ കൊളോസസ് വോൾവറിനോട് പറയുവാണ്, നമുക്കെല്ലാം ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കാം ലോഗൻ. എന്നിട്ട് അവർ രണ്ടുപേരും ഏറ്റുമുട്ടാൻ ആരംഭിച്ചു. എന്തിനാടാ നീ അങ്ങനെയൊക്കെ ചെയ്തത്? ഡെഡ്പൂളിനെയും മറ്റുള്ളവരെയും വിട്ടേക്ക്, അവർ നല്ല മോശം ആൾക്കാരാണ്. എന്നാൽ നീ നമ്മുടെ ഇടയിലെ ഏറ്റവും മികച്ചവനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വോൾവറിൻ തന്റെ അഡമാന്റിയം ക്ലോസ് ഉപയോഗിച്ച് കൊളോസസിന്റെ വയറ്റിൽ നല്ലൊരു വെട്ടുവെട്ടി. അപ്പോൾ കൊളോസസ് വോൾവറിനോട് പറയുവാണ്, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, അവരുടെ നല്ലതിനു വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു കൂട്ടരെ ആശ്രയിക്കേണ്ടി വരും. അതിപ്പോൾ നമ്മൾ വെറുക്കുന്നവരോടൊപ്പമാണെങ്കിൽ പോലും. അത് കേട്ട ദേഷ്യത്തിൽ ഞാനും നിന്റെ ഫാമിലി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് വോൾവറിൻ കൊളോസസിനെ വെട്ടിക്കൊല്ലാനായിട്ട് കൈ വീശിയതും കൊളോസസ് വോൾവറിന്റെ കയ്യിലും കൊങ്ങയിലും കുത്തിപ്പിടിച്ചിട്ട് മുകളിലേക്ക് എടുത്ത് ഉയർത്തി. എന്നിട്ട് കൊളോസസ് വോൾവറിന്റെ വലത്തെ കൈ പിഴുതെറിയുന്നു. എല്ലാം ഇങ്ങനെ അവസാനിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എന്ന് കൊളോസസ് വോൾവറിനോട് പറയേണ്ട താമസം. എനിക്കും നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ട് കൊളോസസിന്റെ തൊണ്ടയിലൂടെ അദ്ദേഹത്തിന്റെ തലയിലേക്ക് വോൾവറിൻ തന്റെ അഡമാന്റിയം ക്ലോസ് കുത്തിയിറക്കുന്നു. അതെ, ആ നീണ്ട പോരാട്ടത്തിന്റെ അവസാനം വോൾവറിൻ കൊളോസസിനെ കൊന്നു. എന്നിട്ട് താഴെ വീണ തന്റെ വലത്തെ കൈ തന്റെ ശരീരത്തിന്റെ വലത്തെ ഭാഗത്തേക്ക് വെച്ചതോടെ അവിടം ഹീലാകുവാൻ ആരംഭിച്ചു. വോൾവറിൻ കൊളോസസിനെ താങ്ങി പിടിച്ചുകൊണ്ട് താൻ കൊളോസസിന്റെ വീടിന്റെ പറമ്പിൽ കുഴിച്ചിട്ട ശവക്കുഴിയിലേക്ക് കൊണ്ടുപോയിട്ടു. കൊളോസസിനെ കുഴിച്ചിട്ട് അവിടെ എക്സ് എന്ന ഒരു സിംബലും വെച്ചിട്ട് തന്റെ പ്രതികാരം അവസാനിച്ച സന്തോഷത്തിൽ വോൾവറിൻ അവിടെ നിന്നും പോകുന്നു. സത്യത്തിൽ വോൾവറിന്റെ റിവെഞ്ച് അവസാനിച്ചോ?
തന്റെ സുഹൃത്തുക്കളെയും ബില്യൺ കണക്കിന് ജനങ്ങളെയും ഇല്ലാതാക്കാൻ കാരണക്കാരായവരെയെല്ലാം വോൾവറിൻ തേടി പിടിച്ച് കൊന്നിട്ടുണ്ട്. എന്നാൽ ഇനി 2 ഇഷ്യൂസ് കൂടി ബാക്കിയായിട്ടുണ്ട്. കഥയിൽ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അടുത്ത ഇഷ്യൂവിൽ കണ്ടറിയാം.